എന്നും അപ്പം ദോശ ആയതുകൊണ്ട് തന്നെ അച്ഛൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഗോതമ്പ് ദോശ കഴിക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ അച്ഛൻ അങ്ങനെ ഗോതമ്പൊന്നും കഴിക്കത്തില്ല. ഇങ്ങനെ ജോലിക്ക് പോണ ദിവസങ്ങളൊന്നും പുട്ട് ഗോതമ്പിന്റെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. അച്ഛന് ഗ്യാസിന്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അച്ഛന് ജോലിക്ക് പോകുമ്പോൾ നെഞ്ചിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ കഴിക്കാറില്ല. ഇപ്പൊ അച്ഛന് വയ്യാത്തോണ്ട് അച്ഛൻ ഇന്ന് വീട്ടിലുള്ളത് കൊണ്ടും അച്ഛൻ ഇന്ന് ഗോതമ്പ് ദോശ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഗോതമ്പ് ദോശയും സാമ്പാറും പിന്നെ രാവിലെ തന്നെ അച്ഛൻ ചായ കുടിച്ചോണ്ട് കട്ടനുമാണ് ഇന്ന് കൊടുത്തത്. പിന്നെ അച്ഛൻ വീട്ടിൽ വരാതിരിക്കാൻ തലയെ കാട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ വിട്ടില്ല. അമ്മയുടെ ഭീഷണി കാരണം അച്ഛൻ ചിരിച്ചു. പിന്നെ വീണ്ടും അമ്മയുടെ അച്ഛൻ കഴിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ അച്ഛൻ ചായ കുടിച്ചു, അതുകൊണ്ട് അച്ഛൻ കട്ടനാണ് കുടിക്കുന്നത്. പിന്നെ ഞാൻ ലേറ്റായി, കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഇന്ന് കോളേജിലൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ നമ്മളെ ഗുണ്ടൂന് കൊടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. ഗുണ്ടൂനാണെങ്കിൽ വേണ്ട, പിന്നെ അമ്മ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ കഷ്ടപ്പെട്ട് ചവച്ചരച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അമ്മയല്ലേ ആള്, അങ്ങനെ അവന്റെ ആ ഒരു കഷ്ടപ്പാട് നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ അമ്മമാര് ഇങ്ങനെ നമുക്ക് വായിൽ വെച്ച് തന്നാൽ പിന്നെ അത് വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് വന്നു. എനിക്ക് വേണ്ടി അപ്പവും സാമ്പാറുമാണ് അമ്മ ഉണ്ടാക്കിയത്. എപ്പോഴും അമ്മയ്ക്കൊരിതുണ്ട്, നമുക്ക് ചൂടോടെ ഉണ്ടാക്കി തരുള്ളൂ. എനിക്കും ചൂടോടെ കഴിക്കാനാണ് അതുകൊണ്ട് ഇഷ്ടം. അമ്മ പഠിപ്പിച്ചതാണ് ഗൈസ്. അമ്മ എന്താ പറയുക, നമ്മൾ വരുമ്പോൾ നമുക്ക് വേണ്ടി ചൂടോടെ ഉണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് തരാറുണ്ട്. അത് അമ്മയുടെ ഒരു പോളിസിയാണ്. അപ്പം ഞാനൊരു ചായ ഫേവറേറ്റ് ആളാണ്. എപ്പോഴും എനിക്ക് രാവിലെയും വൈകുന്നേരവും എന്നും എനിക്ക് ചായ കുടിക്കണം. ഞാൻ ചായ അഡിക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയുക. പിന്നെ അമ്മ ഒറ്റയ്ക്കാണ് ഇരുന്ന് വീഡിയോയും അപ്പത്തിനുള്ള മാവും ഒരുമിച്ച് ചെയ്യണോണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക്. എന്നാലും അമ്മ അതെടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിതാ ചായയും അപ്പവും സാമ്പാറുമാണ് ഞാൻ കഴിച്ചത്. പിന്നെ എനിക്ക് ടേസ്റ്റ് ഇല്ല, വയ്യാത്തതുകൊണ്ട് തന്നെ ടേസ്റ്റും മണവും ഒക്കെ പോയി. അതുകൊണ്ട് വലുതായിട്ട് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും അങ്ങനെ കഴിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.